സഹോദരി ഉഷ മോഹൻദാസുമായി നിലനിന്നിരുന്ന സ്വത്ത് തർക്ക കേസിൽ ഇനി മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് ആശ്വസിക്കാം. കേസിൽ ഫോറൻസിക് റിപ്പോർട്ട് ഗണേഷ് കുമാറിന് അനുകൂലമായിരിക്കുകയാണ്. സ്വത്തുക്കൾ ഗണേഷ് കുമാറിന്റെ പേരിലാക്കിയ വിൽപത്രത്തിലെ ഒപ്പുകൾ പിതാവും മുൻ മന്ത്രിയുമായ ആർ ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയെന്ന് തെളിയിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കേസിൽ നിർണായക വഴിത്തിരിവായിരിക്കുകയാണ് ഈ ഒരു ഫോറൻസിക് റിപ്പോർട്ട്. ആർ ബാലകൃഷ്ണപിള്ള തയ്യാറാക്കിയ വിൽപത്രത്തിൽ സ്വത്തുക്കൾ കെ.ബി. ഗണേഷ് കുമാറിന്റെ പേരിൽ നൽകിയതായി കാണിച്ചിരുന്നു. എന്നാൽ ഈ വിൽപത്രത്തിന്റെ സാധ്യതയെ സഹോദരി ചോദ്യം ചെയ്യുകയായിരുന്നു. വിൽപത്രത്തിലെ ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒപ്പുകൾ വ്യാജമാണെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ സഹോദരിയായ ഉഷ മോഹൻദാസിന്റെ വാദം. എന്നാൽ ആ വാദം തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഫോറൻസിക് റിപ്പോർട്ടിലൂടെ. വിൽപത്രത്തിലെ എല്ലാ ഒപ്പുകളും ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയാണെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട് പറയുന്നത്. കൊട്ടാരക്കര മുൻസിഫ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. തുടർന്ന് വിൽപത്രത്തിലെ ഒപ്പുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് കൈമാറുകയായിരുന്നു. ഇതിന്റെ ഫലമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. പരിശോധനാ ഫലങ്ങൾ അടങ്ങിയ സമഗ്ര റിപ്പോർട്ട് കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നതാണ്. ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് രണ്ടാം പിണറായി സർക്കാരിൽ ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രിയാകേണ്ട ഗണേഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ വൈകിയത്. മുഖ്യമന്ത്രിക്ക് ഉഷ മോഹൻദാസ് പരാതി നൽകിയതോടെ മന്ത്രിസ്ഥാനം നൽകാൻ സർക്കാർ മടിക്കുകയായിരുന്നു. പിന്നീട് ഘടകകക്ഷികളുടെ ധാരണ പാലിക്കാൻ ഇടതുമുന്നണി തയ്യാറായപ്പോഴാണ് 2.5 വർഷം കഴിഞ്ഞ് മന്ത്രിസ്ഥാനം ഗണേഷ് കുമാറിന് ലഭിച്ചത്. ആർ ബാലകൃഷ്ണപിള്ള അസുഖബാധിതനായി അവശനിലയിൽ കഴിഞ്ഞപ്പോൾ വാളകത്ത് വീട്ടിൽ പൂർണ്ണ സമയവും പരിചരിച്ചത് മകൻ ഗണേഷ് കുമാർ ആയിരുന്നു. ഇതിനു മുൻപ് തന്നെ അദ്ദേഹം വിൽപത്രം തയ്യാറാക്കിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിൽപത്രത്തിൽ സ്വത്തുക്കൾ അധികമുള്ളത് ഗണേഷ് കുമാറിനാണ് എന്ന് കണ്ടെത്തിയതോടെ ആയിരുന്നു സഹോദരിയായ ഉഷ കോടതിയെ സമീപിച്ചത്. വിൽപത്രം പിതാവിന് ബോധമില്ലാത്ത സമയത്തുണ്ടാക്കിയതാണ് എന്ന ആരോപണം കൂടി ഉയർന്നതോടെ ഗണേഷ് കുമാർ ഇത് തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിലാണ് ഗണേഷ് കുമാറിന് അനുകൂലമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ മുന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള. ഈ സമയത്തും അല്ലാതെ ബാങ്കുകളിൽ ഇടപാടിനായി നൽകിയ ഒപ്പുകളും ഒക്കെ ഒത്തുനോക്കിയാണ് ഫോറൻസിക് പരിശോധന നടത്തിയത്. ഇതിൽ വിൽപത്രത്തിലെ ഒപ്പും ഇവയും ഒന്നാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഉഷ മോഹൻദാസുമായുള്ള സ്വത്ത് തർക്ക കേസിൽ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാലും ഒടുവിൽ സത്യം തെളിയുക തന്നെ ചെയ്യുമെന്നും തന്നെക്കുറിച്ച് വന്ന ആരോപണങ്ങൾ എല്ലാം തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമായിരുന്നു: എനിക്ക് ആരോടും ഒരു വിരോധവുമില്ല. സത്യം എപ്പോഴും മറഞ്ഞിരിക്കും. അത് കുറച്ചു ദിവസം കഴിഞ്ഞേ പുറത്തു വരൂ. കള്ളം പറയുന്നതായിരിക്കും ആദ്യം ഉയർന്നു കേൾക്കുന്നത്. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാലും ഒടുവിൽ സത്യം തെളിയുക തന്നെ ചെയ്യും. എന്നെക്കുറിച്ച് വന്ന ആരോപണങ്ങൾ എല്ലാം തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിച്ചതിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് കെ.ബി. ഗണേഷ് കുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. അതേസമയം സ്വത്ത് തർക്കത്തിലെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ തുടക്കം മുതലേ ഉണ്ടെന്ന് കെ.ബി. ഗണേഷ് കുമാർ മാധ്യമങ്ങളോടും പ്രതികരിച്ചിരുന്നു. സത്യം ഇഴഞ്ഞു പോകുമ്പോൾ അസത്യം പാഞ്ഞു പോകും. ഒരു ക്രമക്കേടും ജീവിതത്തിൽ കാണിച്ചിട്ടില്ല. കോടതിയുടെ അന്തിമ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുന്നു. പൊതുജന മധ്യത്തിലേക്ക് കുടുംബകാര്യങ്ങൾ വലിച്ചിഴക്കേണ്ടിയിരുന്നോ എന്ന് പ്രശ്നമുണ്ടാക്കിയവർ പരിശോധിക്കണമെന്നും കെ.ബി. ഗണേഷ് കുമാർ വിമർശിച്ചു.